ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ഈ ഒരു കേക്ക് ഞാനിവിടെ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ബിസ്ക്കറ്റ് വെച്ചിട്ടാണ്. ബിസ്ക്കറ്റും അതുപോലെ തന്നെ ചോക്ലേറ്റും വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ഞാനിവിടെ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. വളരെ എളുപ്പമാണ് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കേക്കാണിത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിതിവിടെ ഡാർക്ക് ഫാൻറ്റസിയുടെ 35 രൂപയുടെ 2 പാക്കറ്റ് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു കേക്ക് തയ്യാറാക്കാനായിട്ട് ഈ 2 പാക്കറ്റ് ബിസ്ക്കറ്റ് നമുക്ക് മുഴുവനായിട്ട് ആവശ്യമുണ്ട്. ഇനി നമുക്കിത് കവറിൽ നിന്ന് എടുത്തതിന് ശേഷം ഇതൊന്ന് പൊട്ടിച്ചിട്ടിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് എടുക്കാം കേട്ടോ. ഒട്ടും തരിയൊന്നും ഇല്ലാതെ നമുക്കിതൊന്ന് പൊടിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ലൈക്കൊക്കെ വളരെ കുറവാണ്. നിങ്ങളുടെ ലൈക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ വീഡിയോ ഒക്കെ മുന്നോട്ടൊക്കെ പോവുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോനെ കുറിച്ചിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ അതേ എല്ലാ ബിസ്ക്കറ്റും ഞാൻ പൊട്ടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചിട്ട് എടുത്തിട്ട് വരാം. ഇപ്പോൾ അതേ ബിസ്ക്കറ്റൊക്കെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് പാലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു 3/4 കപ്പ് പാൽ മാത്രമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 3/4 കപ്പ് പാൽ മാത്രം മതിയാകും കേട്ടോ. അപ്പോൾ ഓരോ ബിസ്ക്കറ്റിനനുസരിച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ പാലൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ആദ്യമേ നമ്മൾ മൊത്തത്തിൽ ഒഴിച്ച് കൊടുക്കാണ്ട് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഇത് നമ്മൾ കലക്കിയെടുക്കാൻ. അപ്പോൾ ഇതുപോലെ നമ്മൾ കലക്കിയിട്ട് എടുക്കുമ്പോൾ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാകും. അതൊക്കെ നല്ലോണം തന്നെ ഉടച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താലും മതി. പെട്ടെന്ന് തന്നെ അങ്ങനെ ഉടഞ്ഞിട്ടൊക്കെ കിട്ടിക്കോളും. നല്ലൊരു ക്രീമി പരുവത്തിൽ വേണം നമുക്ക് ഈ ഒരു ബാറ്റർ കിട്ടേണ്ടത്. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നല്ല ക്രീമി പരുവത്തിൽ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ ഒരു 1/4 കപ്പ് പാലാണ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ മറ്റ് കേക്ക് പോലെ ഒന്നല്ല, മറ്റുള്ള കേക്കുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും ഇങ്ങനെ പതുക്കൊക്കെ വേണ്ട മിക്സ് ചെയ്തിട്ട് എടുക്കാനായിട്ട്. ഇത് പക്ഷേ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്ക് ഫാസ്റ്റായിട്ടൊക്കെ ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ബേക്കിംഗ് സോഡ ഒക്കെ ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചോക്ലേറ്റ് ആണ്. ഞാനിവിടെ ഡയറി മിൽക്കാണ് എടുത്തിട്ടുള്ളത്. 40 രൂപയുടെ ഒരു പാക്കറ്റും പിന്നെ 10 രൂപയുടെ 2 ചെറിയ പാക്കറ്റും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റീൽ പാത്രത്തിലാണ് ഇത് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ നടുവിൽ ഒരു ബട്ടർ പേപ്പർ കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബാറ്റർ ഉണ്ടല്ലോ, അതിൻ്റെ പകുതി ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് പതുക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചോക്ലേറ്റ് ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതേ ചോക്ലേറ്റ് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ബാറ്റർ കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു ചോക്ലേറ്റൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കാം. ഇനി ഇത് പതുക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. ഇതിലത്തെ ആ ഒരു ചോക്ലേറ്റ് ഒക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ അടിയിലേക്ക് പോവാത്ത വിധത്തിൽ വേണം കേട്ടോ നമ്മൾ ടാപ്പ് ചെയ്തിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഒരു കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കാനായിട്ടുള്ള പാത്രമൊക്കെ നന്നായിട്ട് തന്നെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു പാത്രത്തിൻ്റെ ഉള്ളിൽ ഞാനൊരു സ്റ്റാൻഡൊക്കെ വെച്ചിട്ടാണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബാറ്റർ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ടൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഇതിലത്തെ ഈ ഒരു മൂടിയുടെ ഹോൾസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. ഞാനൊരു ബട്ടർ പേപ്പർ ഒന്ന് ചുരുട്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊരു 30 മിനിറ്റോളം ഒന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം.
അപ്പോൾ ഇതുപോലെ നമ്മൾ ബേക്ക് ചെയ്തിട്ടെടുക്കുന്ന സമയത്ത് അടുപ്പ് മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് അതൊരു 20-25 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് തുറന്നിട്ടൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ചിലപ്പോൾ പെട്ടെന്നൊക്കെ വെന്തിട്ടൊക്കെ കിട്ടും. എനിക്കിതൊരു 30 മിനിറ്റിലാണ് ബേക്ക് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് വെന്തോന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ വേണം കേട്ടോ നമ്മൾ ഈ ഒരു കേക്ക് വെന്തോന്ന് നോക്കാനായിട്ട്. ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് വിടിവെച്ചിട്ട് നോക്കുക. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ വിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കേക്ക് വെന്തിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ചൂടൊക്കെ ആറിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ അത് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗം ഒട്ടും കരിഞ്ഞിട്ടൊന്നും പോയിട്ടില്ല. നല്ല സോഫ്റ്റായിട്ട് തന്നെ അടിഭാഗമൊക്കെ ഇരിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ആ ഒരു ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ഇതിൻ്റെ ഉള്ളിൽ ഡയറി മിൽക്കൊക്കെ ഉള്ള കാരണം പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.